ഹായ് അസ്ലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇനി ഞാനൊരു സമൂസ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. ഇത് അറബിക് സമൂസയാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അറബിക് സമൂസ നമുക്ക് ഈ ഒരു സമൂസകളുടെ കൂട്ടത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്ന മൊസറല്ല ചീസാണ്. അത് ഞാൻ ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്താട്ടോ. നിങ്ങളുടെ അടുത്ത് ഷ്രെഡഡ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചേർത്താലും മതി. അത് ഞാൻ ഇവിടെ 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തതായിട്ട് ചേർക്കുന്ന ഈ ഫെത ചീസാട്ടോ. ഇത് എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്താണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. സാലഡിലൊക്കെ ഇട്ടുന്ന ചീസില്ലേ, അതിട്ട് അതും കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഞാനിവിടെ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ കുറച്ചൊരു ഐസ് കട്ട പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഒന്ന് എന്താ പറയുക, ഒന്ന് ഐസൊക്കെ പോയതിന് ശേഷം ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് നല്ല നൈസായിട്ട് വരും കേട്ടോ. അതാണ് എൻ്റെ ബ്ലോക്ക് പോലെ കിടക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ നമ്മളെ വെളുത്തുള്ളി ഇല്ലേ, അത് ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ ചേർത്തത്. വെളുത്തുള്ളി ഞാനൊരു വലിയ ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ എത്ര സമൂസയാണ് ഉണ്ടാക്കണ ആ ഒരു ക്വാണ്ടിറ്റിയിൽ ചേർത്താൽ മതി കേട്ടോ. ഇത് വെളുത്തുള്ളി ഒന്നും അധികം കൂടി പോകണ്ട, എന്നാലും ഈ ഒരു ഇതിൽ അളവിൽ ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ ശരിക്കും നമ്മൾ പാഴ്സലി ലീവ്സ് ആണ് ചേർക്കേണ്ടത്. പക്ഷെ എൻ്റെ അടുത്ത് അത് കിട്ടാത്ത കാരണം ഞാൻ നമ്മൾ സാധാ കൊറിയാണ്ടർ ലീവ്സ് മല്ലിയില ആട്ടോ ചേർത്ത് അത് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ ചെയ്യണ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഫെത ചീസ് എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ആക്കണം. അത് പെട്ടെന്ന് നല്ല ഐസ് പോയി അത് എന്താ പറയുക, ഫ്രീസറിൽ നിന്ന് എടുത്ത പാടി ചേർക്കാതെ കുറച്ചൊന്ന് പുറത്ത് വെച്ചതിന് ശേഷം ചേർത്ത് കഴിഞ്ഞാൽ മതി. നല്ല ഇങ്ങനെ പൊടിഞ്ഞ പോലെ കിട്ടും കേട്ടോ. അതിപ്പോൾ ഞാൻ എൻ്റെ കുറച്ചൊരു ഐസുള്ള കാരണം കൈ വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറയുന്ന അത്രയൊന്നും പണിയില്ല കേട്ടോ. നമ്മൾ പറയുമ്പം കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളാണ്. ശരിക്കും ഒരു 5 മിനിറ്റ് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ അടുത്തായിട്ട് ചേർക്കണ ചീസി സോസ് ആട്ടോ. ഇതിങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതും കൂടെ ഉണ്ടാകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ്. വേറെ ചീസിൽ തന്നെ ഉപ്പുള്ള കാരണം വേറെ ഉപ്പൊന്നും ചേർക്കണില്ല. അപ്പോൾ ഈ ഒരു ചീസി സോസ് നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ആ ഒരു അളവിൽ ചേർത്താൽ മതി. ഞാനങ്ങനെ പറയാൻ കാരണം ചില ആൾക്കാർക്ക് ഇത് കൂടുതൽ ചേർക്കുന്ന ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ടാട്ടോ. ഞാനിവിടെ അതൊരു 100 ഗ്രാം മട്ടോ ചേർത്ത്. നിങ്ങൾക്ക് എല്ലാം ഞാൻ ഒരേ അളവിലാണ് എടുത്തത്. ഒരു അര കപ്പൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു ക്രീം ചീസിൻ്റെ അധികം ഭയങ്കരമായിട്ട് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ കുറച്ചൊരു ലൂസായ പോലെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ മതി. എല്ലാം കൂടെ മിക്സ് ആക്കുമ്പോൾ കണ്ടില്ലേ, ആ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ. എന്നിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളെ സമൂസ ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് വെള്ളം എടുത്തത്. എന്നിട്ട് ഇത് സമൂസ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ കോണാക്കിയിട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇത് ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു റീല് കണ്ടതിന് ശേഷമായിട്ടോ ഞാൻ ഈ പച്ചവെള്ളത്തിൽ ഇങ്ങനെ ഒട്ടിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പെല്ലാം ഞാനും മൈദ മിക്സ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചത്. അപ്പോൾ ഈ ഒരു പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നല്ല വർക്കിംഗ് ആട്ടോ. മൈദ എല്ലാം കയ്യിലാക്കി അതുപോലെ തന്നെ നമ്മൾ അത് മിക്സ് ആക്കാനൊന്നും എടുക്കണ്ട. ഈ ഒരു പച്ചവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒട്ടിച്ചാൽ മതി കേട്ടോ. ഭയങ്കര സിമ്പിളാട്ടോ ഇത്. ഈ ഒരു ഹാക്ക് വർക്കിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി. അതിങ്ങനെ അഴിഞ്ഞു പോരൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഈ മൈദയൊന്നും എടുക്കണ്ട, ഇങ്ങനെ തന്നെ ഒട്ടിക്കാൻ പറ്റൂട്ടോ. ഭയങ്കര സിമ്പിൾ. അപ്പോൾ കണ്ടില്ല എത്രയേ ഉള്ളൂ കേട്ടോ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കൂടുതലായിട്ട് ഇങ്ങനെ കുത്തി നിറക്കണ്ട, കുറച്ച് കുറച്ചാക്കിയിട്ട് നിറച്ചിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ മൊസറല്ല ചീസൊക്കെ നമ്മൾ ഈ പിസയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ക്രീം ചീസും ഇതും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ലിംഗ് ഒക്കെ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് മൊസറല്ല ചീസൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു ക്രീം ചീസ് മാത്രം ഇട്ടിട്ടും ഈ ഒരു സമൂസ റെഡിയാക്കാം കേട്ടോ. ഈ ഒരു ചീസ് സമൂസ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ആദ്യം എനിക്കത് അറിയില്ലായിരുന്നു. ഇക്ക പറഞ്ഞ റെസിപ്പി ആട്ടോ. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയത് ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നിട്ടത്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ചിലപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം കഴിക്കുമ്പോൾ ഇത് എനിക്ക് അത്ര ഒരു ഇതായി തോന്നില്ല, പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം കഴിക്കുമ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാരണം ആ ഒരു ചൂടിൽ തന്നെ ഇത് പിന്നെ നിങ്ങൾ പൊരിക്കുമ്പോൾ ഒരു ചൂടിൽ തന്നെ പൊരിച്ചിട്ട് സെർവ് ചെയ്യാനും കൂടെ നോക്കുക. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഈ ഒരു മൊസറല്ല ചീസൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കുറച്ച് വലിഞ്ഞൊക്കെ വരുമ്പോൾ നല്ല കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും. ആ ഒരു നമ്മളെ പിസയൊക്കെ കഴിക്കുമ്പോൾ ചീസ് പുള്ളിങ് കിട്ടുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ചൂടിൽ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഓരോന്നിങ്ങനെ പൊരിച്ചെടുക്കാം. നമ്മുടെ അടുത്ത് ഈ സമൂസൻ്റെ ഷീറ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ, ചീസും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. ഇനിയിപ്പോൾ സമൂസേൻ്റെ ഫില്ലിംഗ് ഒക്കെ ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ഇത് പെട്ടെന്ന് അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനിയും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്തായാലും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ
എന്തായാലും കമന്റ് ചെയ്യാനും മറക്കരുത്. ഒരു സ്മൈലെങ്കിലും കമന്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തന്നെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരാം. ബൈ.